ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെച്ചാൽ XUV 500 എഞ്ചിനെയാണ്. കണ്ടാൽ സ്കോർപ്പിയോയുടെ എഞ്ചിൻ കണക്കൊക്കെ ഇരിക്കും എന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ XUV 500 എഞ്ചിനാണ്. രണ്ടും ഒരേ എഞ്ചിനാണ് വരുന്നത്. 2179 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 140 BHP വരുന്ന 330 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. XUV 500 കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ XUV 500 സ്കോർപ്പിയോയ്ക്ക് ശേഷം മഹേന്ദ്രയ്ക്ക് ഒരു തരംഗം എന്നുള്ള രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ XUV 500 ആണ്. അപ്പം XUVയുടെ 500 ഹൃദയത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. 2179 ക്യൂബിക് കപ്പാസിറ്റി, അതായത് 2200 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു എഞ്ചിന് 2 ക്യാം ഷാഫ്റ്റുകളാണ് വരുന്നത്. ഓവർ ഹെഡ്, അതായത് ഹെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 ക്യാം ഷാഫ്റ്റുകളാണ് വരുന്നത്. ക്യാം ഷാഫ്റ്റുകൾ ഒരു എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റും ഒരു ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റുമാണ് വരുന്നത്. 4 വാൽവുകളോടുകൂടി വരുന്ന ഈ ഒരു എഞ്ചിൻ്റെ, അതായത് ഒരു സിലിണ്ടറിൽ 4 വാൽവുകൾ, ഈ ഒരു എഞ്ചിൻ്റെ ടൈമിങ് വരുന്നത് ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. 2 ടൈമിംഗ് ചെയിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഈ ഒരു ഹൈ പ്രഷർ പമ്പിലേക്കും ഹൈ പ്രഷർ പമ്പിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിലേക്കും അങ്ങനെ 2 ടൈമിംഗ് ചെയിനുകളാണ് വരുന്നത്. അതിൻ്റെ ടെൻഷനുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരു അസംബ്ലി ആയിട്ട് ഇത് കണക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ഒരു രീതിയിലാണ് ഈ ഒരു എഞ്ചിനിൽ ടൈമിങ്ങിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പം സ്റ്റാർട്ടിംഗ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ XUVക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. നോക്കിങ്, മിസ്സിങ്, അങ്ങനെ കുറേ വിഷയങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടുതലും തന്നെയും വണ്ടി പറപ്പിക്കുന്നതും സർവീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല XUVകൾ, അതായത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന, നല്ല രീതിയിൽ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കുഴപ്പമില്ല, നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ല, ഓടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് വിപരീതമായിട്ടും വരുന്നുണ്ട്. അതായത് കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ മാത്രം സർവീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാത്രം മാറി ഓടുന്ന വാഹനങ്ങൾ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്താൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ രീതിയിലല്ല, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു എഞ്ചിൻ നല്ല രീതിയിൽ ഈടുറ്റി നിൽക്കും. പലർക്കും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്കും സ്മോക്കിൻ്റെ ഇഷ്യൂമായിരിക്കും. അപ്പം അത് രണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിനിൽ ഓയിൽ ലീക്ക് വരുന്നത് വെച്ചാൽ കാലപ്പഴക്കം വന്നു കഴിയുമ്പോഴത്തേക്കാണ് കൂടുതലും വരുന്നത്. പിന്നെ കയ്യിലിരിപ്പ് കൊണ്ടും വരാറുണ്ട്. അതായത് വണ്ടി അന്യായമായ രീതിയിൽ പറപ്പിക്കുന്നത്, ഇപ്പോൾ XUV കൈ കിട്ടുമ്പോൾ പറപ്പിക്കുന്ന കുറേ പേര് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പറപ്പിക്കുന്ന എഞ്ചിനാണെങ്കിൽ ഓയിൽ ലീക്ക് ഉറപ്പായിട്ടും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതാണ് ക്ലച്ചിൻ്റെ ഉപയോഗം. അതൊക്കെ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പ് ഇതിന് ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുള്ള, അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണപ്പെടുന്ന ടർബോയുടെ ഭാഗത്ത് നിന്ന്. അതായത് അത് പറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടർബോയ്ക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടർബോ. ഒരു വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ടർബോ ആണ് ഈ ഒരു വാഹനത്തിന് ആവശ്യമായ എയർ ബൂസ്റ്റ് നൽകുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ടർബോ ആണ്. അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് കേടാകത്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അതായത് നമ്മൾ കൃത്യമായിട്ട് ഓയിൽ മാറാതിരിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് സർവീസും കാര്യങ്ങളും ചെയ്യാതിരിക്കുക, EGR പോലുള്ള ഭാഗങ്ങളും എയർ ഫിൽറ്റർ പോലുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ഇൻ്റർകൂളർ പോലുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് സർവീസ് ചെയ്യാതിരിക്കുക, റീപ്ലേസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ടർബോ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഈ ഒരു എഞ്ചിന് സാധാരണഗതിയിൽ നമുക്ക് ഓയിൽ ലീക്ക് കൂടുതൽ വന്ന ഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്കായിട്ട് വന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് കേസിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്നുണ്ടോ, ഈ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ, അത് കണക്ക് തന്നെ ടൈമിംഗ് ചെയിൻ്റെ കവർ വരുന്നത് ഈ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഓൾറെഡി ബോണ്ടൊക്കെ വെച്ചിട്ട് ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഓയിൽ സീലിൻ്റെത്, ഇതിപ്പം നമുക്ക് ക്രാങ്കിൻ്റെ ഫ്രണ്ട് ഓയിൽ സീലിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ക്രാങ്കിൻ്റെ ബാക്ക് ഓയിൽ സീൽ, ഈ ഓയിൽ സീലിൽ നിന്ന് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതും ഒരു പരിവായിട്ടിരിക്കുകയാണ്. ഈ ഒരു ഓയിൽ സീലിൽ നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്കൊക്കെ ആയിട്ട് കുറേ വണ്ടികൾ ഇളക്കേണ്ടി വന്നിട്ടുണ്ട്. പിൻഭാഗത്തായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു പീസിൽ നിന്നൊക്കെ ലീക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ
ഇത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് സർവീസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയിലിരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഇത് കണക്ക് ഇളക്കി വെച്ചേക്കുന്ന സമയത്ത് പ്രശ്നങ്ങളില്ല. ഇതിപ്പം എൻജിൻ വർക്കായിട്ട് ഇളക്കിയതാണ്. ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കാരണം വണ്ടി ഇഷ്യൂ ആയതാണ്, അതായത് എൻജിൻ പിടിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മളിപ്പം നിലവിൽ ഈ എൻജിൻ ഇളക്കി വെച്ചേക്കുന്നത്. നിങ്ങളിതാ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടൈമിംഗ് കവർ വരുന്നത്. ഇതിൻ്റെ ന്യൂട്രൽ പുള്ളി, ഇത് മറ്റൊരു ന്യൂട്രൽ പുള്ളി, അതായത് ആക്സിലറി ബെൽറ്റ് വരുന്ന ന്യൂട്രൽ പുള്ളിയാണ്. ഇതാണ് ഇതിൻ്റെ ടെൻഷനർ. ഈ ഒരു ടെൻഷറിന് പ്രത്യേകിച്ചൊരു പ്രശ്നം, അതായത് കാലപ്പഴക്കം വരുമ്പോൾ ഒരു വിഷയം വരാറുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി കാലൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് AC ഇടുമ്പോൾ ബ്രർ ശബ്ദം വരാറുണ്ട്. അത് ഈ ടെൻഷനർ കംപ്ലൈൻ്റ് ആയിട്ട് ഇരുന്ന് ബെൽറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ ഓവർ റണ്ണിങ് പുള്ളി, നമ്മൾ ഓൾട്ടർനേറ്ററൊക്കെ ഇളക്കി വെച്ചേക്കാണ്. ഓവർ റണ്ണിങ് പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു ശബ്ദം കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ, അതായത് XUV 500 എന്ന് പറയുന്ന വാഹനത്തിൽ വരുന്ന അതായത് പൊതുവേ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ടെൻഷൻ പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുമ്പോഴും വണ്ടി ഫസ്റ്റ് ഇട്ടങ്ങോട്ട് എടുക്കുമ്പോഴും AC ഇടുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ AC നിർത്തിയിട്ടിരുന്നിട്ട് വണ്ടി ഐഡ്ലിങ് ഇട്ടിട്ട് AC ഇട്ടേക്കുന്ന സമയത്ത് ബ്രന്ന് പറഞ്ഞ് ശബ്ദം വരുന്ന പ്രശ്നം പൊതുവേ കണ്ടുവരുന്നൊരു കേസിട്ടാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ പമ്പാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. CRD സിസ്റ്റം വരുന്നത് ദാണ്ടെ ഇങ്ങനെയാണ്. ഇതിൻ്റെ ബോഷാണ് ഇതിൻ്റെ CRD സിസ്റ്റം വരുന്നത്. ഇത് 1, 2, 3, 4 ഇഞ്ചക്ടറുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതായത് 4 സിലിണ്ടറുകളിൽ ഒരു ഇഞ്ചക്ടർ എന്നുള്ള രീതിയിലാണ്. അത് കണക്കിന് നേരത്തെ പറഞ്ഞ കണക്ക് ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസമാണ്. ഇതിൻ്റെ വാൾഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാം പൊസിഷൻ സെൻസറാണ് നിങ്ങളിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അതുപോലെ ഈ ഒരു വാഹനത്തിൽ വരുന്ന ഹൈ പ്രഷർ പമ്പ്, ഡീസൽ ഹൈ പ്രഷർ പമ്പ് ഇതാണ്. ഈ ഒരു പമ്പിൽ 2 പമ്പ് വരുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ അകത്ത് നിന്ന് ഡീസലിനെ ഉള്ളിലേക്ക് വലിക്കാനായിട്ട് ചെറിയൊരു കുട്ടി പമ്പ് ബാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു ഇമ്പലറുമായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഹൈ പ്രഷർ പമ്പ്, അതായത് ഡീസലിനെ ഹൈ പ്രഷർ ചെയ്ത് കോമൺ റെയിലേക്ക് കൊണ്ടുചെല്ലുന്നത്. കോമൺ റെയിൽ ഇതാണ് നമ്മുടെ വാഹനത്തിൽ വരുന്ന കോമൺ റെയിൽ. ഇതൊരു CRDA എഞ്ചിനാണ് കേട്ടോ. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു ലിഫ്റ്റ് പമ്പാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ ഒരു പമ്പിൻ്റെ വിഷയം എന്ന് വെച്ചാൽ പമ്പിന് എന്തെങ്കിലും ഇപ്പം നിരന്തരം ഡീസൽ വളരെ കുറച്ച് അടിച്ചോടുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡീസൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന അല്ലെങ്കിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു XUV ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അത് കണക്ക് തന്നെ ഇതിൻ്റെ DRV, ഡീസൽ റെഗുലേറ്റർ വാൽവാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഇതിനും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഡീസൽ റെഗുലേറ്റർ വാൽവ് ഇളക്കണമെങ്കിൽ ഇത് നൈസ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇട്ട് ഇത് 2 ഇളക്കി പൊക്കിയെടുക്കുന്ന കാര്യം പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളും ഇളക്കി ഹൈ പ്രഷർ പമ്പ് കുറച്ച് കറക്കി വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിർത്തിക്കൊണ്ട് ഇളക്കുമ്പോഴത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡീസൽ അടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഹൈ പ്രഷർ പമ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, ഇളക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ വെളിയിലെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോൾട്ട് ഇളക്കിയെടുക്കാൻ വേറെ മാർഗ്ഗമില്ല. സാധാരണ നമ്മൾ സ്കോർപ്പിയോയിലാണെങ്കിലും അത് കണക്ക് തന്നെ സൈരോയിലാണെങ്കിലൊക്കെ ഇവിടെ ഒരു അലങ്കി ബോൾട്ട് കൊടുത്തേക്കും. അത് ഇളക്കിയാൽ നമുക്ക് ബോൾട്ട് ഇളക്കി അങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ എഞ്ചിൻ ഒരു പക്ഷേ വെളിയിലെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസ്ക് എടുത്ത് വണ്ടിയിൽ നിർത്തിക്കൊണ്ട് തന്നെ മൗണ്ടിങ് ഒക്കെ ഊരി വിട്ട് കുറച്ച് പൊക്കിയോ ചരിച്ചോ ഒക്കെ നിർത്തി ഒരു പരുവത്തിന് ഇതിൻ്റെ ടൈമിംഗ് കവറൊക്കെ അഴിച്ച് ടൈമിംഗ് ഒക്കെ ഇളക്കി, അല്ലെങ്കിൽ ടൈമിംഗ് ഇളക്കേണ്ട ആവശ്യം വേണ്ടി വരത്തില്ല, ടൈമിംഗ് അങ്ങനെ തന്നെ നിർത്തി ലോക്കൊക്കെ ചെയ്ത് ഈ പമ്പ് ഇളക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിലൊരു വരുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പം ഒരു പക്ഷേ എന്ന് വെച്ചാൽ ചാൻസ് കൂടുതലൊരു കാര്യമാണ് ഓയിൽ ലീക്ക്. ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഓയിൽ ലീക്ക് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചിലവർ നിർത്തി തന്നെ ഇളക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ റിസ്ക് ഇതാണ്, ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ റെയിലിൻ്റെ പ്രഷർ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ റെയിലിൻ്റെ പ്രഷർ സ്വിച്ച് വരുന്നത്. നിങ്ങളിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ ഓയിൽ കൂളറാണ്. ഓയിൽ ഫിൽറ്ററും ഓയിൽ കൂളർ ഡാമേജ് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓയിലും കൂളനും കൂടെ തമ്മിൽ മിക്സ് ആകും. ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് ഫൈബറിലാണ് വരുന്നത്. നമ്മൾ സാധാരണ EGR ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ, ടർബോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും മാക്സിമം ഇപ്പം ഇതിൻ്റെ അകത്ത് അഴുക്കും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാനിഫോൾഡ് നിർബന്ധമായിട്ട് ഇത്തിരി പാടായിരിക്കും അകത്ത് വെച്ച് ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള നിർബന്ധമായിട്ടൊരു കാര്യമാണ്. ഇത് ഡ്യുവൽ മാസ് ഫ്ലൈ വീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചറപറ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതായത് ക്ലച്ചിൻ്റെ പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്, ക്ലച്ചിൻ്റെ പ്രയോഗമാണ് പറയുന്നത്. അത് ആവശ്യമില്ലാത്ത രീതിയിൽ കളിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് അതിൽ കുത്തിക്കഴപ്പൊക്കെ കാണിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. ക്ലച്ച് കംപ്ലൈൻറ്റ് വന്നാൽ ചിലവരൊക്കെ ക്ലച്ച് സെറ്റ് മാത്രമായിട്ട് മാറാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, തന്നെ ഫ്ലൈ വീൽ ഉൾപ്പെടെ മാറണം. ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലൈ വീൽ മാറിയില്ലെങ്കിൽ ഇടയ്ക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കണ സൗണ്ടോ അല്ലെങ്കിൽ ക്ലച്ചിൽ കാലെടുക്കുമ്പോൾ ഇടിച്ച് വണ്ടി എടുക്കുന്ന കണക്കൊക്കെ വരും. ഇതിൻ്റെ സർവീസും കാര്യങ്ങളും, എഞ്ചിൻ സൈഡിൽ വരുന്ന സർവീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ മാറുന്നത്, കൂളൻ്റ് മാറുന്നത്, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡീസൽ ഫിൽറ്റർ മാറുന്നത്, ഡീസൽ ഒരു നിശ്ചിത പരിധിയിൽ
കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ വണ്ടിയുടെ ഉപയോഗം പറ കാല് കൊടുത്ത് ബമ്മെന്നും പറഞ്ഞ് ഓട്ടിക്കാതെ മര്യാദയ്ക്ക് നിങ്ങൾ 100-ലോ 120-ലോ 140-ലോ 160-ലോ വെക്കും, പ്രശ്നമില്ല. പക്ഷേ അത് ടപ്പെന്നും പറഞ്ഞ് ആ ഒരു 150-ൽ റീച്ച് ചെയ്യാതെ ഗ്രാജുവലി കയറ്റിക്കൊണ്ടുവരിക. അപ്പം ആരുമായിട്ട് നമുക്ക് റോട്ടിൽ കിടന്ന് റേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ തന്നെ കാര്യം XUV-യുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് പലരും ആ ഒരു തേർഡ് ഗിയർ അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ, അതായത് ഫസ്റ്റിൽ സെക്കൻഡിൽ തന്നെ പെരിപ്പിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അത് ഈ ഒരു എഞ്ചിനെ കേടാക്കും. ഈ എഞ്ചിൻ കേടായി കഴിഞ്ഞാൽ, എഞ്ചിനൊക്കെ എന്തെങ്കിലും പണിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ചിലവ് വരും കേട്ടോ. ഈ ഒരു വണ്ടിയിൽ നമ്മൾ EGR ഇൻ്റർകൂളർ, മാപ്സ് ആൻഡ് സേഫ് ഫ്ലോ സെൻസർ, അതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇളക്കി സർവീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വണ്ടിയുടെ ലൈഫിനെ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ലൈഫിനെ കാര്യമായ രീതിയിൽ ബാധിക്കും. ചിലപ്പോഴൊക്കെ ഇഞ്ചക്ടറിനൊക്കെ എന്തെങ്കിലും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ നമ്മളെ കയ്യിലെ കുഴപ്പം കൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ കാലപ്പഴക്കം കൊണ്ടോ, അതല്ല അതിൻ്റെ ആ ഒരു സാധനം കേടായത് കൊണ്ടോ, എന്ത് കാരണവശാലും ഒരു നോക്കിങ്ങോ, ഒരു ബ്ലൂ ഷെയ്ഡ് സ്മോക്ക്, വൈറ്റ് സ്മോക്ക് പോലെയോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡീസൽ കത്താതെ പോകുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി സർവീസ് ചെയ്യുക. ചിലവരെ വിചാരം ചെയ്തിപ്പം പണിയുമ്പോഴത്തേക്ക് നല്ല പൈസയാകും എന്നുള്ളതാണ്. അത്ര കൊണ്ട് ഭയങ്കര പൈസ ആകത്തില്ലെങ്കിൽ പൈസയാകും, പക്ഷേ പൈസ കൂടുതലാകും എന്നുള്ളൊരു ധാരണയിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പണിയാതെയൊക്കെ വെച്ചിരുന്നാൽ ആ ഒരു പണി, അതായത് ചെറിയൊരു മുറിവിരുന്ന് വലിയ വ്രണമായി അവസാനം കൈ മുറിച്ച് കളയേണ്ട സാഹചര്യം വരുന്ന പോലെ ആയിരിക്കും ഈ ഒരു വണ്ടിയിലോട്ട് പണി വരുന്നത്. അത് കണക്കിന് ഓൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ, അതായത് പകരത്തിന് പകരം മാർഗ്ഗങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ കൃത്യമായ രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടു കിടക്കാൻ ശ്രദ്ധിക്കുക. കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സൈഡോ അല്ലെങ്കിൽ ഒരു പാർട്ട് മാറുന്ന എന്തെങ്കിലും കാര്യം, അതിന് പകരമായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉടായ്പ സെറ്റപ്പോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തുതരാമെന്ന് പറഞ്ഞാൽ വേണ്ട, അത് പ്രോപ്പറായിട്ട് ചെയ്താൽ മതി എന്ന് അവരോട് പറഞ്ഞ് ആ രീതിയിൽ തന്നെ ചെയ്യിപ്പിക്കുക. കാര്യം വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ തട്ടിമുട്ടിയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനന്തരഫലം ചിലപ്പം കുറച്ച് നാൾ, നിങ്ങൾക്കൊരു 6 മാസമോ 1 വർഷമോ ഒക്കെ കുഴപ്പമില്ലാതെ ഓടാൻ പറ്റിയെന്ന് വരും. പക്ഷേ ഇതുപോലെ എഞ്ചിനെടുത്ത് വെളിയിൽ വെച്ച് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയൊരു തുക ചിലവാക്കേണ്ട സാഹചര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നെന്ന് വരാം. വെറ്റ് ടൈപ്പ് എയർ ഫിൽറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഓയിലിൽ മുങ്ങിയ പോലെ സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിൽറ്റർ കൃത്യസമയത്ത് മാറാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല, റീപ്ലേസ് മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു എയർ ഫിൽറ്റർ മാറാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഡസ്റ്റ് എല്ലാം കൂടി വന്നിട്ട് വെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാം കൂടി അപ്പിപ്പിടിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എയർ കൃത്യമായിട്ട് വലിക്കാതെ വരും. അത് കാര്യമായ രീതിയിൽ ടർബോയും മറ്റുമൊക്കെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ടർബോയ്ക്കൊക്കെ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ വലുവൊക്കെ പറ്റപ്പോയിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ ഓവർ ഹീറ്റ് ഈ ഒരു എഞ്ചിനെ വളരെ പെട്ടെന്നായിട്ട് വീക്കാക്കും, കേടാക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഓവർ ഹീറ്റ് 1-2 പ്രാവശ്യമൊക്കെ ഓവർ ഹീറ്റ് അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ഓവർ ഹീറ്റ് ആവുന്ന, ഓടി നിൽക്കുന്ന സാഹചര്യമില്ല, എന്നാലും കാര്യമായി ഓവർ ഹീറ്റായി അങ്ങനെയുള്ള കേസുകളൊക്കെ ഈ ഒരു എഞ്ചിനെ ലൈഫ് കുറയ്ക്കാൻ അല്ലെങ്കിൽ വീക്കാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന സാഹചര്യങ്ങളിൽ ഇഞ്ചക്ടറൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. വണ്ടി ഓവർ ഹീറ്റ് ആകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ദയവായിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തായിരുന്നു അതിൻ്റെ പരിഹാരം എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.